കണ്ണൂരിൽ ഹർത്താലിനിടെ സംഘർഷം ഉടലെടുക്കുന്നു. വിശദാംശങ്ങൾ കുട്ടൻ നൽകും. കുട്ടൻ, റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം കലോത്സവം തടസ്സപ്പെടുത്തുന്നില്ല എന്ന് BJP ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും മറിച്ചാണോ കാര്യങ്ങൾ? പ്രജീഷ്, തീർച്ചയായും ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് കലോത്സവം തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കണ്ണൂർ നഗരത്തിൽ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ നിലയുടെ തൊട്ടടുത്ത് വെച്ച് പോലീസിന് നേരെ BJP പ്രവർത്തകർ തിരിഞ്ഞത്. ഇവിടെ ഇതുവഴി പ്രതിഷേധ പ്രകടനം നടത്തി വരികയായിരുന്നു BJP പ്രവർത്തകർ. എന്നാൽ പ്രധാന വേദിക്ക് മുന്നിലൂടെ പോകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് BJP പ്രവർത്തകരോട് അങ്ങനെ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ആവശ്യം വകവെക്കാതെ പോലീസിനെ തള്ളിമാറ്റിക്കൊണ്ട് BJP പ്രവർത്തകർ മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏതാണ്ട് കാമണിക്കൂർ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. കുട്ടൻ, മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഉണ്ടായതായി വിശദാംശങ്ങൾ ലഭിക്കുന്നു, ശരിയാണോ? അതിലേക്കാണ് പ്രതീക്ഷ വരുന്നത്. ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ പോലീസും BJP പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കൈരളി TVയുടെ ഉൾപ്പെടെയുള്ള ക്യാമറമാൻമാർക്ക് നേരെ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെ നിലനിൽക്കുകയാണ് പ്രതീക്ഷ. പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവരെ ഈ സമാധാനം ഉറപ്പിക്കാനായി രംഗത്തുണ്ടോ? ഈ കലോത്സവത്തിന് വരുന്ന വേദിയിലേക്ക് വരുന്ന വാഹനങ്ങൾ അവർ ബോർഡ് വെച്ച് വരുന്നു, തടഞ്ഞിട്ട് പറഞ്ഞിട്ട് കൂടി കേൾക്കാതെ കയ്യേറ്റം ചേരുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? ജില്ലയുടെ പല ഭാഗത്തു നിന്നും അത്തരം റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. മത്സരാർത്ഥികളെ തടയുന്നു, അതുപോലെ തന്നെ ഈ കലാമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന കാണികളെ, പ്രേക്ഷകരെ തടയുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും വലിയ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് കണ്ണൂർ ഉള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന തരത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണോ ഉള്ളത്? പോലീസ് കൊലപാതകം സംബന്ധിച്ച് എന്താണ് പ്രാഥമികമായി തേടിയിരിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ? പ്രതീക്ഷ, സന്തോഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ദുരൂഹതകൾ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള കുടുംബ പ്രശ്നം, കുടുംബാംഗങ്ങളുമായുള്ള വലിയ പ്രശ്നമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷിന്റെ ഭാര്യ, സഹോദരി, ഈ സന്തോഷിനും സന്തോഷിന്റെ ഭാര്യയ്ക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ധർമ്മടം പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങളെ ആക്രമിച്ചു എന്ന് കാട്ടിയായിരുന്നു പരാതി. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയം അല്ല എന്ന തരത്തിലുള്ള സംശയവും ശക്തിപ്പെടുന്നുണ്ട്. പ്രതീഷ് കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.